നല്ലൊരു ഏരിയയാണ് കേട്ടോ, വണ്ടർഫുൾ. ഇതൊരു ഫാമിലി ടൂർ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ടൂർ പോകുന്നതിൻ്റെ തലേദിവസം ഞാൻ കപ്പലണ്ടി വറക്കുന്ന തിരക്കിലാണ്. കാര്യം നമുക്ക് കപ്പലണ്ടിയൊക്കെ ഇഷ്ടം പോലെ വാങ്ങിക്കാനായിട്ട് കിട്ടും, എങ്കിലും ഇവിടെ വീട്ടിൽ തയ്യാറാക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഏത് ടൂർ പോകുമ്പോഴും ഞാൻ കപ്പലണ്ടി വറക്കാറുണ്ട്. പിന്നെ എൻ്റെ മറ്റൊരു ഫേവറേറ്റ് ആയിട്ടാണ് പൈനാപ്പിൾ ഉപ്പിലിട്ടത് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ ഉപ്പിലിടാൻ പോവാണ്. വളരെ സിമ്പിളാണ്. നമ്മൾ വെള്ളം ചൂടാക്കുക, അതിനകത്ത് കുറച്ച് ഉപ്പിടുക, അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഇടുക. അത് തണുത്താറി കഴിയുമ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചതിലേക്ക് നമ്മളെടുത്ത് ഒഴിക്കുക, കുറച്ച് പച്ചമുളക് ഇടുക. പിന്നെ ഇതൊരു 4-5 മണിക്കൂർ വെക്കേണ്ട കാര്യമുള്ളൂ. അപ്പോഴേക്കും നമ്മളത് എടുത്ത് ഉപയോഗിക്കണം. ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് എടുക്കണതെന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകട്ടോ. ഈ ടൂറിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റി. രാത്രിയാണ് എടുത്തത്, അപ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ പുലർച്ചെ ടൂർ പോകാനുള്ളവരൊക്കെ എൻ്റെ വീട്ടിലെത്തി. ഇപ്പം ഞങ്ങളിതേ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ട്രാവലറിലാണ് പോയത്. ഞങ്ങൾ ഈ പോയ സ്ഥലത്തേക്ക് വലിയ വണ്ടികളൊന്നും പോവില്ല, ട്രാവലറൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ട്രാവലർ എടുത്തത്. ഇപ്പോൾ ഏകദേശം നമ്മൾ കോയമ്പത്തൂർ എത്താറായിട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഏതെങ്കിലും നമുക്ക് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് കിട്ടുമെന്ന് നമ്മൾ അന്വേഷിക്കുകയാണ്. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു ഹോട്ടൽ അന്നപൂർണ കേട്ടോ. ഇതിനകത്ത് ബേക്കറിയും ഹോട്ടലും എല്ലാം കൂടിയതാണ്. നല്ല സ്ഥലമായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പോൾ ഇനി കോയമ്പത്തൂർ ടച്ച് ചെയ്ത് പോകുന്നവരുണ്ടെങ്കിൽ അന്നപൂർണയിലൊന്ന് കയറിക്കോളൂ, മറക്കണ്ട. ആക്ച്വലി ഞങ്ങൾ ഈ ടൂറ് പോയത് 2024 കേട്ടോ പോയത്. 1 വർഷം കഴിഞ്ഞു. ഒരുപാട് ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. പക്ഷേ ഈ ടൂറ് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ടൂറാണ്. അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു ടൂറാണ്. അതുകൊണ്ടാണ് 1 വർഷം കഴിഞ്ഞിട്ട് ഞാനിത് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. അപ്പോൾ ഒത്തിരി നാൾ കഴിഞ്ഞാലും നമുക്കിതൊക്കെ ഒന്ന് കാണാമല്ലോ. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ വന്നു കേട്ടോ. പലരും പലതരത്തിലുള്ള മെനു ആണ് കഴിച്ചത്. ഞാനാണ് ചോറ് തിന്നുന്ന ആൾ. പച്ചരിയാണ്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ബാക്കി എല്ലാ ഫുഡും നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്ത് എത്താറായി. ഞങ്ങൾ പോയത് കോത്തഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബെൽമൗണ്ട് എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചുല്ലോ 1 വർഷം മുമ്പാണ് പോയെന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം, ക്ഷമിക്കണം കേട്ടോ. ഇത് ഒരുപാട് ഏക്കറയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ടീ എസ്റ്റേറ്റ് ആണ്. അതിൻ്റെ ഉള്ളിലൊരു മൊണാസ്ട്രി ഉണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണൊക്കെ ഉണ്ടല്ലോ ബൾബായി എന്ന് പറയും, അവിടുത്തെ തോട്ടമൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ടീ എസ്റ്റേറ്റിലേക്ക് പോയിട്ടോ. വളരെ ഭംഗിയാണ് അത് കാണാനായിട്ട്. കണ്ടില്ലേ നമ്മുടെ തേയിലത്തോട്ടമൊക്കെ കണ്ടില്ലേ. അപ്പം ഞങ്ങളവിടെ ചെന്നിട്ട് ഫോട്ടോസ്, വീഡിയോസ്, റീൽസൊക്കെ എടുത്തു. ഇങ്ങനെ എടുക്കണോ നല്ലത്. അപ്പോൾ നമ്മുടെ അപ്പന്മാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ റീൽസ് എടുക്കലൊക്കെ കഴിഞ്ഞു. പോകുമ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരുപാട് ലേറ്റ് ആവാനായിട്ട് നിൽക്കരുത്, വേഗം വന്നോളൂ, വല്ല മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നു. എവിടെ അവിടെ ചെന്ന് അതിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടും ഞങ്ങൾക്ക് മതിയായില്ല. ഞങ്ങൾ അവിടുന്ന് പോരുമ്പോഴേക്കും നേരം ഒരുപാട് ഇരുട്ടിയിരുന്നു. അവസാനം കയ്യിലുണ്ടായിരുന്ന മൊബൈലിൻ്റെ വെളിച്ചത്തിലാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് സ്പോട്ടിലെത്തിയത്. അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ക്യാമ്പ് ഫയറിനുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന്. അപ്പോൾ അതിനുള്ള സൗകര്യവും അച്ഛൻ ഒരുക്കി തന്നിരുന്നു. അപ്പോൾ അതേ ക്യാമ്പ് ഫയറിലെ രംഗങ്ങൾ നമുക്കിനി ദൈവമേ
അന്നത്തെ സപ്പറും ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോയി. അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ നമ്മുടെ കുട്ടി പട്ടാളം ഏത് റീൽസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡിസ്കഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ റീൽസൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. നമ്മൾ താമസിച്ച കോത്തഗിരി ബെൽമൗണ്ടിലെ പുതിയ പ്രഭാതമാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെൽമൗണ്ടിലത്തെ ഭംഗി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. അത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. പിന്നെ ഇഷ്ടം പോലെ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. അവിടുത്തെ ക്ലൈമറ്റും നല്ലതാണ്. അല്ലാണ്ട് നമുക്കിങ്ങനെ ചിലവർക്കുണ്ട് ടൂറ് പോയിട്ട് ഇങ്ങനെ ഓടി നടന്ന് കുറേ സ്ഥലങ്ങൾ കാണാം. അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ഇവിടെ ആരും വരേണ്ട. ഇവിടെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള പ്ലേസാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ചെടികളും പൂക്കളൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം വീണ്ടും ഇവിടേക്ക് വരണം എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ രാവിലെ തന്നെ അതേ മോർണിംഗ് ടീ കുടിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഡൈനിങ് ഏരിയയിലേക്ക് വന്നു കേട്ടോ. അതേ ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ. പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറയാം. ഞാൻ നമ്മുടെ നാട്ടിലും ഇത് കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഇതിനെ വല്ല ബ്രഷ് ഫ്ലവർ എന്നൊക്കെ പേരിടാന്ന്. അങ്ങനെ ബ്രഷ് പോലെയാണ് ഇരിക്കുന്നത്. എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. റെഡ് കളർ കേട്ടോ. നമ്മളെ നാട്ടിൽ ഡെയ്സി എന്ന് പറയില്ലേ, അത് തന്നെ പൂവ്, പക്ഷേ നല്ല വലിപ്പുണ്ടെന്ന് മാത്രം. അതിൻ്റെ ഇടയിൽ വേറൊരു കുന എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു തരം പൂവുണ്ട് കേട്ടോ, വൈറ്റ്. നല്ല ഭംഗിയ പൊന്നെ കാണാനായിട്ട്. സബർ ജില്ല ഇവിടെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ പൂച്ചെടികൾ മാത്രമല്ല കേട്ടോ, പലതരം വെജിറ്റബിൾസും കൃഷിയുണ്ട്. ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ് അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും ആ ബെൽമോണ്ടിൻ്റെ മൊത്തം ഭംഗി ഒരു പാട്ടിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. മണിവില്ലിൻ നിറമുണ്ടോ, മഞ്ഞോളം കുളിരുണ്ടോ, ഒരു വട്ടം കൂടി ചൊല്ലാമോ. മണിവിൽ കൊടി മഞ്ഞായി മഞ്ഞിലകൾ മണ്ണിൽ പോയി, മൺവാസന ഇന്നെൻ നെഞ്ചിൽ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. പുതിയൊരു പൂമ്പാട്ടിൻ പൂമ്പൊടി തൂവാം നിൻ കാതിൽ, പ്രണയമനോരഥമേറാം ഇന്നൊരു പല്ലവി പാടാം. തൊട്ടാൽ വാടി ചെന്നല്ല, വെറുമൊരു മിണ്ടാ പെണ്ണല്ല, പാടില്ല പാടില്ല പാടാ കനവിൻ പല്ലവി വേണ്ട. ചന്ദ്രികാലോലമാം പൊൻകിന പന്തലിൽ ും നെഞ്ചിൽ അനുരാഗപ്പൂക്കാലം.
തങ്കം ചന്ദനമായൻ കരളിൽ പെയ്തു. അറബിക്കനവുകൾ വിടരുമ്പോൾ നീലക്കടലല ഇളകുമ്പോൾ കാനന മുരളിക കോമളരാഗം മന്ദം പാടി. ആരു നീ ലൈലയോ പ്രേമ സൗന്ദര്യമോ, ആരു നീ മജ്നുവോ സ്നേഹ സൗഭാഗ്യമോ, നീയാണെൻ നിലവിൽ പ്രിയരാഗ പുലർവാനം. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. മണിവില്ലിൻ നിറമുണ്ടോ മഞ്ഞോളം കുളിരുണ്ടോ, ഒരു വട്ടം കൂടി ചൊല്ലാമോ. മണിവിൽ കൊടി മഞ്ഞായി മഞ്ഞിലകൾ മണ്ണിൽ പോയി, മൺവാസന ഇന്നെൻ നെഞ്ചിൽ പോയി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബെൽമൗണ്ടിൽ നിന്ന് പോയിട്ടോ. ഞങ്ങൾക്ക് കട്ടേരി പാർക്കും ഡോൾഫിനോസും കൂടി കവർ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അവിടേക്ക് പോയിട്ട് അധികമൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ദൈവമേ ഇവിടെ തന്നെ എക്സ്പ്ലോർ ചെയ്താൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പോയിട്ട് ആഗ്രഹം മതിയായിട്ടില്ല. ഈ 2025 ഒരിക്കൽ കൂടി പോകണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.